എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. വയനാടിലുണ്ടായതുപോലെയുള്ള ദുരന്തം വിലങ്ങാടും ഉണ്ടായി. ആ വിലങ്ങാട് ഒരു മനുഷ്യജീവൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയത്. വലിയ ദുരന്തമാണ് അവിടെയും ഉണ്ടായത്. കേരളം ഇന്ന് ഒരു അപകട മേഖലയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. 2021 195 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് തയ്യാറാക്കിയ ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ടും അതിനെ നാസ അനാലിസിസും ഈ സഭയിൽ അന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, പ്രതിപക്ഷം കൊണ്ടുവന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഈ പടിഞ്ഞാറൻ തീരങ്ങൾ അപകടത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം പുതിയ വാക്കുകളെ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. കള്ളക്കടൽ പ്രതിഭാസം, അതുപോലെ ചക്രവാത ചുഴി, ക്ലൗഡ് ബേസ്റ്റ്, ഈ ലാൻഡ് സ്ലൈഡ്, നമ്മുടെ ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ മുഴുവൻ കഴിഞ്ഞ 3-4 വർഷക്കാലമായി ആയിരക്കണക്കിന് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുക, ചെറുതും വലുതുമായ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുക. വയനാട് ലാൻഡ് സ്ലൈഡ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഇത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അല്ലാതെ തന്നെയുള്ള ലാൻഡ് സ്ലൈഡ് ഒരു സാധാരണ സംഭവമായി മാറുകയാണ്. നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയണം. നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഒരു വിജ്ഞാന സമൂഹത്തിൽ. അതിൻ്റെ അറിവുകൾ മുഴുവൻ സ്വായത്തമാക്കി നമുക്കൊരു പക്കാ വാർണിംഗ് സിസ്റ്റം ഉണ്ടാകണം. അതിനോടനുബന്ധിച്ചുള്ള ഒരു ഇവാക്യുവേഷൻ പ്ലാൻ ഉണ്ടാകണം. ഇത് തീരപ്രദേശവും അപകടത്തിലാണ്. തീരപ്രദേശത്തിൽ കടലിന്റെ ശോഷണം, കടൽ തീരത്തിന്റെ ശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമഘട്ട മലനിരകൾ അപകടത്തിലാണ്. ഇടയ്ക്കുള്ള ഫ്ലഡിന്റെ സാധ്യതകൾ ഇടനാടുകളിൽ എപ്പോഴും നിലനിൽക്കുകയാണ്. ഏത് സമയത്തും അതിതീവ്രമായ ഒരു മഴയുണ്ടായാൽ ഏത് സ്ഥലവും പെട്ടെന്ന് അപകടത്തിൽപ്പെടാവുന്ന ഒരു സാധ്യത ഉണ്ടാവുകയാണ്. കൂടുതൽ മഴ കൂടുതൽ നേരം നിന്നു പെയ്താൽ ഏത് നഗരവും വെള്ളത്തിനടിയിലാകുന്ന ഒരു ഭയാനകമായ ഒരു അവസ്ഥയുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കേരളമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ, ശാസ്ത്ര സ്ഥാപനങ്ങളുടെ, പുതിയ അറിവുകളുടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാത്തിൻ്റെയും സഹായത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു, പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല, പക്ഷെ പ്രകൃതി ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യാൻ, അതിനെ ലഘൂകരിക്കാൻ നമുക്ക് കഴിയും. അത് നമുക്ക് മനുഷ്യനുള്ള നമ്മുടെ അറിവുകളെ അതിന് പ്രയോജനപ്പെടുത്തുകയും ഫലപ്രദമായി അത് ചെയ്യുകയും ചെയ്യണം.